വളാഞ്ചേരിയിൽ ഒരു മമ്മദ് കാക്കയുണ്ട്. ഞങ്ങൾ വിളിക്കും മൂപ്പരെ ഭ്രാന്തൻ മമ്മദ് കാക്കാന്ന്. മമ്മദ് കാക്കാന്റെ ഒരു പണി എന്താന്ന് വെച്ചാൽ എന്നും രാവിലെയും വൈകുന്നേരവും മണ്ണ് കുഴച്ചിട്ട് അതൊരു കട്ടയുടെ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ വീടിന്റെ പടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ എല്ലാവരും ചോദിക്കും മമ്മദേ കുടിക്കാനായോ നോക്കും. മമ്മദ് കാക്ക പറയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് എന്നാണ് ഒഴിവ് കിട്ടുന്നത് അന്ന് ഞാൻ എന്റെ പൊരന്റെ കുടിക്കൽ നടത്തുന്ന പറയും മമ്മദ് കാക്ക. തങ്ങൾ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മമ്മദിന്റെ വീട്ടിലേക്ക് അങ്ങനെ കയറിയപ്പോ മമ്മദ് ആകെ ബോധം കിട്ടും. കാരണം തങ്ങളല്ലേ മുന്നിൽ നിൽക്കുന്നത്. സ്വപ്നത്തിൽ വിചാരിച്ചിക്കണോ? അങ്ങനെ മമ്മദ് തന്റെ ചളിയുള്ള തുണി കൊണ്ട് ഒരു കസേരയൊക്കെ തുടച്ചെടുത്തു, ഇരുമ്പിന്റെ കസേര തുടച്ചെടുത്തു. ആദ്യം പറഞ്ഞു തങ്ങളെ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടത് ആകെ കച്ചറയുടെ ചളിയാണെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ തന്നെ ഇരിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ വെളുത്ത തൂവെള്ള വസ്ത്രം ധരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഭ്രാന്ത മുഹമ്മദിന്റെ ചളിയുള്ള കസേരയിലിരുന്നു. അങ്ങനെ തങ്ങളതിന്റെ പാത്തി പോയി നോക്കാൻ തുടങ്ങി. മുഹമ്മദിന് വലിയ സന്തോഷം. വീട് കൂടിയിരുന്നു. തങ്ങൾ പ്രാർത്ഥിച്ചു ഞെട്ടെന്താണ് ഇറച്ചി പൊറോട്ടയല്ലേ വക്ക് പൊട്ടിയ ഒരു പ്ലേറ്റുമായിട്ട് ഭ്രാന്ത മുഹമ്മദ് അടുത്ത കടയിൽ കൂടുക. അടുത്ത കടയിൽ കൂടിയിട്ട് അവിടെ നിന്ന് ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും കൈ കൊഴിച്ചിട്ട് ഓടി വരിക. തങ്ങളെ കൊണ്ട് തീരുക. തങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. തങ്ങളിത് മുഴുവനും കഴിക്കണമെന്ന് പറഞ്ഞ് പൊറോട്ടയും ബീഫൊക്കെ തങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് തങ്ങളുടെ കയ്യിലുള്ള ഒരു 500 രൂപ 1000 രൂപ എന്തോ തങ്ങളൊരു വർക്കത്തിന് ഭ്രാന്ത മുഹമ്മദിന്റെ കയ്യിലും കൊടുത്തിട്ട് ഭ്രാന്ത മുഹമ്മദിന് വേണ്ടി ദുആ ചെയ്ത് ലോകത്തെ വിസ്മയിപ്പിച്ച കേരളത്തിന്റെ ആത്മീയ നേതാവ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോ മുഹമ്മദ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. കേട്ടിനടാ ഈ ഭ്രാന്തന്മാർക്കുണ്ട് ഒരു നേതാവ്. ആ നേതാവിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലെ? ഒരേ സമയം ലോക നേതാക്കളുമായിട്ട് സംവദിക്കുമ്പോ ഭ്രാന്തൻ മുഹമ്മദുമായിട്ടും മമ്മിണിയുമായിട്ടും കേശവനുമായിട്ടും രാമനുമായിട്ടും അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്ന ശിഹാബ് തങ്ങളേക്കാൾ വലിയ